ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് ആരുടെ അടുത്ത് ചോദിച്ചാലും മാക്സിമം പോപ്പുലേഷനുള്ള ആൾക്കാർ പറയുന്ന കാര്യം വെച്ചാൽ സ്ട്രെസ് ആണ്. അപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ സ്ട്രെസ്സിന് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പോൾ നമ്മൾ 6 കാര്യങ്ങൾ പറയും. ഈ 6 കാര്യവും ലാസ്റ്റ് 3 ബ്രീത്തിങ് എക്സസൈസ്. അപ്പൊ ഞാൻ ഒരു ഉറപ്പ് പറയാം. ഇത് നിങ്ങൾ ഫുള്ളും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടും. അത് ഉറപ്പാണ്. അപ്പൊ ഈ സ്ട്രെസ്സിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, പറയാണ്. ഫസ്റ്റ് യു സ്ട്രെസ്, സെക്കൻഡ് ആണ് ഡിസ്ട്രെസ്. എന്ന് വെച്ചാൽ യു സ്ട്രെസ് എന്ന് വെച്ചാൽ നല്ല സ്ട്രെസ് ആണ്. എന്ന് വെച്ചാൽ നല്ല സ്ട്രെസ് എന്ന് വെച്ചാൽ നല്ല കാര്യത്തിൽ വരുന്ന സ്ട്രെസ് ആണ്. മീൻസ് കല്യാണത്തിന് മുന്നേ ഉണ്ടാവുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ കുട്ടി ജനിക്കും മുന്നേ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ്. അപ്പോൾ ഇതിനെയൊക്കെ നല്ല സ്ട്രെസ് എന്ന് പറയാം. സെക്കൻഡ് ആണ് ഡിസ്ട്രെസ്. ഇതാണ് പ്രശ്നക്കാർ. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ ഒരു 6 കാര്യങ്ങൾ പറയാം, പ്ലസ് ഒരു 3 ബ്രീതിങ് എക്സസൈസ് പറയാം. അപ്പൊ ഇത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉറപ്പായിട്ടും കിട്ടും. ഫസ്റ്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മളെ ബോഡി ആക്റ്റീവ് ആക്കണം. ആ സമയം എന്തെങ്കിലും ഒരു മിനിമം എവിടെയെങ്കിലും നടക്കാനെങ്കിലും പോകാം. ഒരു അരമണിക്കൂർ നടക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാം, ഗെയിം കളിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ എന്ത് വേണമെങ്കിലും കളിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകാം. അപ്പോൾ ഫിസിക്കലി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതിൽ ഇൻക്ലൂഡ് ആവണം. അപ്പം ഇതാണ് ഫസ്റ്റ്. അതുപോലെ കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം ഇങ്ങനെ മുഖത്തടിക്കാം, അത് നല്ലതാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് റിക്കവറി ആണ് സ്ട്രെസ് മാറാനുള്ള. ഇത് ഫസ്റ്റ്. സെക്കൻഡ് ആണ് ഫുഡിന്റെ ന്യൂട്രീഷൻ കുറവ് കൊണ്ടും ഈ സ്ട്രെസ് വരാറുണ്ട്. അങ്ങനെ കുറെ സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ കാര്യം ഒമേഗ 3 ആണ്. ഈ ഒമേഗ 3 ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഈ ഒമേഗ 3 കിട്ടുന്നത് നോൺ വെജ് ആണെങ്കിൽ ഫിഷ്. നല്ല ഫിഷസിൽ ഈ ഒമേഗ 3 ഒരുപാടുണ്ട്. ഫിഷ് ഓയിൽസിലുണ്ട്, ഫിഷ് സപ്ലിമെന്റ്സിലുണ്ട്. അല്ലാതെ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മുടെ വാൾനട്ട്സിലുണ്ട്, അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഇതിലൊക്കെ നല്ല ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനൊന്ന് ട്രൈ ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സൺലൈറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ആരും സൺലൈറ്റ് കൊള്ളാറില്ല കൂടുതൽ, അല്ലെ? നമ്മളൊരു 15 മിനിറ്റ് എങ്കിലും ഈ സൺലൈറ്റ് കൊള്ളാൻ വേണ്ടി ശ്രമിക്കണം ബോഡിയിൽ. നല്ലതാ. എന്ന് വെച്ചാൽ നല്ല സമയം എന്ന് വെച്ചാൽ രാവിലെ ഇളം വെയിൽ, അതുപോലെ വൈകുന്നേരം. ഈ സമയത്തുള്ള സൺലൈറ്റ് നല്ലതാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാലും ബോഡിയിൽ സ്ട്രെസ് കാണിക്കാം എന്നും സ്റ്റഡീസ് പറയുന്നതാണ്. അപ്പോൾ വൈറ്റമിൻ ഡി വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ വേറെയും പ്രോബ്ലം വരും. കാൽസ്യം അബ്സോർപ്ഷൻ നടക്കില്ല. പിന്നെ മുട്ടുവേദന, കൈവേദന, തോളുവേദന, ഇങ്ങനത്തെ കാര്യങ്ങളും വരും. അപ്പൊ ഈ വെയിൽ എന്തായാലും നിങ്ങൾ ഡെയിലി ഒരു 15 ഇങ്ങനെ കുറിച്ച് വെക്കണം. 15 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളണം. ഇതിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സിന് കിട്ടുന്ന സാധനമല്ലേ, അപ്പൊ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഉറപ്പായിട്ടും 15 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളണം. അടുത്ത നാലാമത്തത് ഗുഡ് സ്ലീപ്പ്. എ ഗുഡ് സ്ലീപ്പ് ക്യാൻ ചേഞ്ചസ് എവരിത്തിങ്. എന്ന് വെച്ചാൽ ഒരു നല്ല ഉറക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്ട്രെസ്സും പോകും. നല്ല ഉറക്കം വേണം. മിനിമം ഒരു 6 hours നല്ല സ്ലീപ്പ് ഉണ്ടെങ്കിൽ ഈ സ്ട്രെസ് ഒന്നും പമ്പ് കിടക്കില്ല. പിന്നെ വേറൊരു കാര്യം, ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഈ യവന്മാരെ കൂട്ടത്തിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. സ്ട്രെസ്, ഡിപ്രഷൻ, സാഡ്, ആൻസൈറ്റി, അതുപോലെ ഹൈപ്പർ ടെൻഷൻ. ഇതൊക്കെ യവന്മാരൊക്കെ ഒരു ഗ്രൂപ്പാണ്, ഫ്രണ്ട്സ് ആണ്, എന്നുവെച്ചാൽ അളിയന്മാരാണ്. ഒരുത്തം വന്നു കഴിഞ്ഞാൽ വേറെ ഒരുത്തം എളുപ്പത്തിൽ വരും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാരും പോകും. അപ്പം നമ്മൾ പറഞ്ഞ നാലാമത്തെ കാര്യം ഗുഡ് സ്ലീപ്പാണ്. അടുത്ത അഞ്ചാമത്തെ കാര്യം ഓവർ തിങ്കിങ്. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ, ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ, ഇല്ല ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു. ഒരിടത്ത് ഇരുന്ന് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഭയങ്കര തിങ്കിങ് ആണ്. നടക്കാത്ത കാര്യം, നടന്ന കാര്യം, നടക്കാൻ പോകുന്ന കാര്യം, നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ബോഡിയിലുള്ള എനർജിയൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാൻ തിങ്കിങ് മാത്രം മതി. ഓവർ തിങ്കിങ്. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വരുന്ന തോട്ട്സ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതണം. അല്ലെങ്കിൽ ആ സമയത്ത് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ പോകണം. എന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം. ഈ 2 ഗ്ലാസ് വെള്ളം കുടിക്കാം, ഒരു 5 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കാം. 5 പ്രാവശ്യം എടുത്താൽ മതി. പിന്നെ ഓവർ തിങ്കിങ് കാരണം വേറെ കുറച്ച് കാര്യങ്ങളും വരാറുണ്ട്. എന്നുവെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. ആ ഇൻസ്റ്റന്റ് ആക്ഷൻസ് ഒരുപാട് സ്ഥലത്ത് അത് നമുക്ക് പാളി പോവാറുണ്ട്. ഈ സൂസൈഡൽ തോട്ട്സ്, ഇങ്ങനെ കുറെ തോട്ട്സ് ഒക്കെ വരാറുണ്ട്. അപ്പം ഈ തോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിലോട്ട് റിപ്ലൈ ചെയ്യാൻ പോയില്ല. ഈ തോട്ട് വരും, നീ അത് ചാട്, അത് ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുത്ത് നിങ്ങളെ ബ്രീത്തിൽ ഒരു 5 പ്രാവശ്യം നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് ഇട്ട് പിന്നെ തിങ്ക് ചെയ്യണം.
ആ സമയത്ത് നിങ്ങൾ ബ്രെയിൻ വർക്ക് കൊടുക്കണം. എന്താണ് അനലൈസ് ചെയ്യണം. അല്ലാതെ നിങ്ങളെ മനസ്സ് പറയുന്ന പോലെ എടുത്ത് ചാടിയാലോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആ റിയാലിറ്റി വേറെ. ഈ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ പേടിച്ച് വേറെ റിയാലിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ റിയാലിറ്റി ഇതിനെക്കാട്ടിലും ഭയങ്കരമായിരിക്കും. അടുത്ത 6ാമത്തെ കാര്യം സോഷ്യൽ കണക്ഷൻ. നമുക്ക് ഇങ്ങനെ സോഷ്യലായിട്ട് നല്ല കണക്ഷൻസ് വേണം. എല്ലാവരോടും കൂട്ടുകൂടാൻ പറയുന്നില്ല. നമ്മുടെ ഒരു വൈബായിട്ട് മാച്ച് ആവുന്ന ആൾക്കാരോട് നമ്മൾ കൂട്ടുകൂടണം. നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ആരായാലും നമ്മുടെ ഒരു ബോണ്ട് ഉണ്ടല്ലോ, മീൻസ് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ട് മാച്ച് ആവുന്നവരോട് കൂട്ടുകൂടണം. അതുപോലെ അമ്പലങ്ങളിൽ പോവാം, പള്ളികളിൽ പോവാം. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ കണക്ഷൻസ് കിട്ടും. അതുപോലെ സെലിബ്രേഷൻസ് ഒന്നും നിങ്ങൾ കളയരുത്. എല്ലാ സെലിബ്രേഷൻ നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ മിനിമം പാർട്ടിസിപ്പേറ്റിംഗ് ചെയ്യണം എല്ലാത്തിലും. അപ്പൊ ഈ നമ്മളെ ലൈഫ് തന്നെ ഒരു സെലിബ്രേഷൻ ആണല്ലേ. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യണം. ഒന്നും പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്യാം, സംസാരിക്കാം, ഒരു മൂവി കാണാൻ പോവാം, നല്ല ഫ്രണ്ട്സുമായിട്ട് ഏതെങ്കിലും കോമഡി മൂവി കാണാൻ പോവാം, ഏതെങ്കിലും നല്ല ഫീൽ ഗുഡ് മൂവീസ്, കോമഡി മൂവീസ്, അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് കോമഡിയാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാം, ഏതെങ്കിലും ഓപ്പോസിറ്റ് ജെൻഡറിനെ വിളിച്ച് സംസാരിക്കാം. ഈ സ്റ്റഡീസ് പറയുന്ന വെച്ചാൽ സ്റ്റഡീസ് അല്ല, സത്യം തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നല്ല ഹോർമോൺസ് ഉണ്ടാവുന്നു, ഈ സ്ട്രെസ് ഒക്കെ നിഷ്പ്രയാസം പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഉള്ളതാണ് കേട്ടോ, അത് ഉള്ളതാണ്. നല്ല ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക. പക്ഷെ നല്ല രീതിക്ക് സംസാരിക്കണം. നല്ല കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ ഈ വായ്നോട്ടം ഞാൻ റെക്കമെൻഡ് മീൻസ് നല്ല രീതിക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. വായ്നോട്ടം നല്ലതാ, പക്ഷെ നല്ല ഇന്റൻഷനിൽ വായി നോക്കണം. വായ്നോട്ടം എന്ന് വെച്ചാല് ഈ പെമ്പിളര് ആമ്പിളരെ നോക്കുന്നത്, അല്ലെങ്കിൽ ആമ്പിളര് പെമ്പിളരെ നോക്കുന്നത്, അത് മാത്രല്ല കേട്ടോ. ഈ നല്ല കഴിക്കാതല്ലേ, ഈ പുഴയെ വന്ന് വായി നോക്കാം. അതുപോലെ ഈ വണ്ടിയും കാറുകളൊക്കെ പോകൂല, അത് വായി നോക്കാം. ഈ പക്ഷികൾ വായി നോക്കാം, അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ അതുപോലെ ഈ പെമ്പിളരെയും ആമ്പിളരെയൊക്കെ നോക്കാം, കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിക്ക് നോക്കിയാൽ മതി. അത് അടുത്ത ഞാൻ പറയാൻ പോകുന്നത് 3 ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഈ ബ്രീത്തിങ് എക്സസൈസ് ആൻസൈറ്റി, ഡിപ്രഷൻ, സാഡ്, ഹൈപ്പർ ടെൻഷൻ എല്ലാം മാറ്റാനുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഫസ്റ്റ് 4-7-8 ബ്രീത്തിങ് ടെക്നിക് എന്ന് വെച്ചാൽ 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യണം, ശ്വാസം എടുക്കണം. 7 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. 8 സെക്കൻഡ്സ് എക്സൈൽ ചെയ്യണം. എക്സൈൽ ചെയ്യുമ്പോൾ നോസ് കൊണ്ട് ചെയ്യാം, മൗത്ത് കൊണ്ടും ചെയ്യാം. കാണിച്ചു തരാം. 4-7-8. 4 സെക്കൻഡ് ഇൻഹേൽ, 7 സെക്കൻഡ് ഹോൾഡ്, 8 സെക്കൻഡ് എക്സൈൽ. ഇത് ഫസ്റ്റ് ബ്രീത്തിങ് ടെക്നിക്. സെക്കൻഡ് ബ്രീത്തിങ് ടെക്നിക് എന്ന് വെച്ചാൽ ബെല്ലി ബ്രീത്തിങ്. എന്ന് വെച്ചാൽ നമ്മൾ വയറ് കൊണ്ട് എടുക്കുന്ന ബ്രീത്തിങ് ആണ്. നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവര് ബ്രീത്തിങ് നോക്കുമ്പോൾ ഇപ്പൊ നമ്മളൊന്നും വയറിനെ യൂസ് ചെയ്യാറില്ല. ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റ് ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. ഈ കൊച്ചു പിള്ളേര് തൊട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അവര് വയറ് കൊണ്ടായിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്. അപ്പൊ വയറിൽ ഡൈഫ്രം ഉണ്ട്, ഇതിന് ഡൈഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയും. അപ്പൊ ആ മസിൽസിനെ ആക്റ്റീവ് ചെയ്തിട്ടാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. ഇത് എങ്ങനെ ചെയ്യും നോക്കാം. ഇതിൽ ഒരു കൈ ചെസ്റ്റ് വയ്ക്കണം, ഒരു കൈ വയറ്റ് വയ്ക്കണം. ബെല്ലിയിൽ വയറ്റ് വെച്ചിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തോട്ട് വരുന്ന അറിയാൻ പറ്റും. അതുപോലെ ശ്വാസം വിടുമ്പോൾ വയറ് ഉള്ളിലോട്ട് പോകണം അറിയാൻ പറ്റും. കാണിച്ചു തരാം. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യണം. നേരത്തെ 4-7-8 ഒരു 5 പ്രാവശ്യം, ബെല്ലി ബ്രീത്തിങ് 5 പ്രാവശ്യം. തേർഡ് ഓൺ ബ്രഹ്മരി ബി പ്രാണായാമ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബ്രഹ്മരി പ്രാണായാമം എന്നും പറയും, ബി ബ്രീത്തിങ് എന്നും പറയും. എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുത്തിട്ട് വിടുമ്പോൾ ബി ബ്രീത്തിങ് സൗണ്ടിലായിരിക്കും വിടുന്നത്. നിങ്ങൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സൗണ്ട് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ എക്സൈൽ ഓട്ടോമാറ്റിക് ആയിക്കോളും. നമ്മൾ ചെവി അടയ്ക്കണം. ഇതിന് ഒരു മുദ്രാസൊക്കെ ഉണ്ട്, ഷൺമുഖി മുദ്ര എന്ന് പറയും. അപ്പൊ അത് യോഗയുടെ ഭാഗമാണ്. യോഗ പഠിച്ചവർ ഈ ഷൺമുഖി മുദ്ര വെച്ച് ചെയ്യാം. അല്ലാത്തവർ ജസ്റ്റ് ഇങ്ങനെ ഇയേഴ്സ് നമ്മുടെ ചെവികൾ ക്ലോസ് ചെയ്തിട്ട് ശ്വാസം എടുക്കുക, വിടുക. ഞാൻ കാണിച്ചു തരാം. ഇതിൽ വേറെ വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൈ എടുത്തെടുക്കാം, ഇങ്ങനെ
ഈ രണ്ട് വേരിയേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ ബ്രെയിൻ സെൽസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ആക്റ്റീവ് ആവും. അപ്പൊ നിങ്ങൾ ഈ മൂന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് നിങ്ങളെ സിമ്പത്തറ്റിക്കിലൂടെ പോകും. അപ്പൊ സിമ്പത്തറ്റിക് എന്ന് വെച്ചാൽ ഈ ടെൻഷൻ, സ്ട്രെസ്, ഹാർട്ട് ബീറ്റ് കൂടുന്നത്, ഇതാണ് സിമ്പത്തറ്റിക്. പാരാസിമ്പത്തറ്റിക്കിലൂടെ പോകുമ്പോൾ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ബോഡി സ്ട്രെസ് റെസ്പോൺസ് കുറയുന്ന അറിയാൻ പറ്റും, ഹാപ്പി ഹോർമോൺസ് അറിയാൻ പറ്റും. ഈ ഭ്രമരി എന്ന് വെച്ചാൽ നല്ല വണ്ടർഫുൾ ആണ്. ഈ ഉറക്കം കിട്ടാത്തവർ ലാസ്റ്റ് പറഞ്ഞ ഭ്രമരി പ്രാണായാമം ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും പെട്ടെന്ന് ഉറങ്ങും. എന്നുവെച്ചാൽ ബ്രെയിൻ സെൽസ് ഒക്കെ ഒന്ന് കാം ആവും, ഒന്ന് റിഫ്രഷ് ആവും. അപ്പൊ നിങ്ങളുടെ സ്ട്രെസ് റെസ്പോൺസ് കുറയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങൾ, അതുപോലെ കൂടെ ഈ പ്രാണായാമം, ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 41 days ചെയ്യണം. സ്ട്രെസ് കുറയും, നിങ്ങളുടെ ബോഡി ഒന്ന് റീജനുവേറ്റ് ആയി. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഈ സമയവും കടന്നു പോകും, നല്ല കാര്യങ്ങൾ വരട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.